ശ്രീ ഒ അബ്ദുള്ള, നമസ്തേ, ഗുഡ് ഈവനിങ്. നമ്മളൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരു ആശുപത്രി എന്ന് പറയുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഭീകരതയ്ക്ക് മതമില്ല എന്നൊക്കെ വാദിക്കുമ്പോഴും ഇത് കണ്ടിട്ട് നമ്മൾ മിണ്ടാതിരിക്കണോ? ശ്രീ ഒ അബ്ദുള്ള. ഒരിക്കലും ഉണ്ടായിരിക്കാൻ പറ്റില്ല. പിന്നെ ഇത്തരം കാര്യങ്ങൾ ഈ രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതായ കക്ഷികൾ അല്ലെങ്കിൽ ഏജൻസികൾ, അവർക്ക് ബുദ്ധിയുണ്ട്. അതിതന്ത്രപ്രധാനമായ വളരെ ആസൂത്രിതമായി ഒരു നിലക്കും സംശയിക്കാൻ വകയില്ലാത്ത സാധ്യതയില്ലാത്ത രംഗങ്ങളെ അല്ലെങ്കിൽ വ്യക്തികളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏജൻസികളെ കണ്ടുപിടിച്ച് അവരിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടാണ് പലപ്പോഴും രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുക. ഇപ്പോൾ ഇന്ത്യയിൽ പലപ്പോഴായി ഈ പാകിസ്ഥാൻ അനുകൂലമായ ചാരപ്രവർത്തനം നടത്തി. അതിൽ പിടിക്കപ്പെട്ട പലരും ചില MLA-മാരൊക്കെയാണ് ഒരു വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവരാണ്, അതായത് മുസ്ലിങ്ങളല്ല. മുസ്ലിങ്ങൾ സ്വാഭാവികമായും സംശയിക്കപ്പെടും എന്നതിനാൽ അവർ വളരെ ആസൂത്രിതമായി മുസ്ലിങ്ങളല്ലാത്തവരെ തെരഞ്ഞു പിടിച്ച് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെയും വല്ലാതെ ഒരു പ്രത്യേക തരത്തിൽ വീക്ഷിക്കുന്നതിന് പകരം ഓരോരുത്തരെയും പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. ഇസ്രായേലാണ് ലോകത്തെ ഏറ്റവും അധികം ചാരപ്രവർത്തനത്തിൽ പേര് കേട്ടവർ. അവർക്കെതിരെ പോലും അവിടുത്തുകാരായ ആളുകൾ ചാരവൃത്തി നടത്തി പിടികൂടപ്പെട്ടതായ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊരു ചെറിയ രാജ്യമാണ്. ഇന്ത്യയെപ്പോലെ പ്രവിശാലമായ ഒരു രാജ്യത്ത് ഈ തരത്തിലുള്ള തൽപര കക്ഷികൾ അവരെ പ്രലോഭിപ്പിച്ചുകൊണ്ട് പല രീതിയിലും വശീകരിച്ച് തകർക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾ ചെയ്യുമെന്നതിൽ വല്ല സംശയമുണ്ടാവും. അതുകൊണ്ട് അക്കാര്യത്തിൽ നമ്മൾ വളരെ ജാഗ്രത പാലിക്കണം. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിനെ സംരക്ഷിക്കുന്നതിന് പകരം എല്ലാവരെയും വീക്ഷിക്കുക, അതിൻ്റെ ഇതിൽ നിന്നും ആരെയും ഒഴിവാക്കാതിരിക്കുക. അങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷ ഉണ്ടാവുള്ളൂ. ശ്രീ ഒ അബ്ദുള്ള, അങ്ങ് പറഞ്ഞ വാക്കുകൾ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സാധാരണഗതിയിൽ സാധാരണ മനോനിലയുള്ള ഒരാൾ, ലോജിക്കലായി ചിന്തിക്കുന്ന ഒരാൾ, ഇത്രയും വിദ്യാഭ്യാസം ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അതിനുവേണ്ടി ഇറങ്ങണമെങ്കിൽ ആ റാഡിക്കലൈസേഷൻ, ആ തോട്ട് പ്രോസസ്, ആ ബ്രെയിൻ വാഷിംഗ് എന്ന് തുടങ്ങിയിട്ടുണ്ടാവും മസ്തിഷ്ക പ്രക്ഷാളനം. അത് മെഡിസിന് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ PGക്ക് പഠിക്കുമ്പോഴോ ആയിരിക്കില്ലല്ലോ. അത് നമുക്ക് പാടെ തള്ളിക്കളയാൻ പറ്റുമോ ശ്രീ ഒ അബ്ദുള്ള? അല്ല, അത് വളരെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിം രാഷ്ട്രമാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു സുരക്ഷിതമായ ഒരു കേന്ദ്രമാണ് എന്ന ഒരു തെറ്റിദ്ധാരണ, ഞാൻ പ്രത്യേകം പറയുന്നത് തെറ്റിദ്ധാരണ. കാരണം പാകിസ്ഥാൻ ചെയ്തത് ഇസ്ലാമിന് വിരുദ്ധമായി ചെയ്തതിൻ്റെ പാതി പോലും, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇന്ത്യ ചെയ്തിട്ടില്ല. പാകിസ്ഥാൻ ആയിലി ഖവാനീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ശരീഅത്ത് ഭേദഗതി ചെയ്തു. ഒന്നിലധികം വിവാഹം കഴിക്കാൻ അവിടെ അനുവാദം, പിന്നെ കോടതിയുടെ അനുവാദത്തോട് മാത്രമേ ഒന്നിലധികം വിവാഹം കഴിക്കാൻ പാടുള്ളൂ. ആയിലി ഖവാനീൻ്റെ ഒരു വകുപ്പാണ് പറയുന്നത്. അതേ അവസരത്തിൽ ഇന്ത്യയിൽ ആർക്കും എന്നെപ്പോലുള്ള മുസ്ലിങ്ങൾക്ക് തോന്നിയ പോലെ കല്യാണം കഴിക്കാം, ഒഴിവാക്കാം. ഇവിടെ ശരീഅത്തിൽ ഇതിനെ കൈവെക്കാൻ ഇവിടുത്തെ രാഷ്ട്രം തയ്യാറായിട്ടില്ല. ഇതൊരു മതേതര രാഷ്ട്രമാണെന്ന പ്രഖ്യാപനം നിലനിർത്തിക്കൊണ്ടും എല്ലാവർക്കും അവരുടെ മതം അനുസരിച്ച് ജീവിക്കാമെന്ന ആ തത്വം മുറുകെ പിടിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അവിടെ പരമാവധി സ്വാതന്ത്ര്യം നൽകുന്നു. ഈ സ്വാതന്ത്ര്യം പലതും പാകിസ്ഥാനിലില്ല. ഞാൻ അന്നൊരിക്കലും ഇതുപോലെ പറഞ്ഞിട്ട് എന്നെ വല്ലാതെ വിമർശിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യ രാജ്യത്തെ വല്ലാതെ അതിർകവിഞ്ഞ് പ്രശംസിക്കുകയാണ്, ഇന്ത്യയാണ് സ്വർഗം എന്നൊക്കെ പറയുന്നു. വസ്തുത പറയുന്നത് ആയിലി ഖവാനീൻ എന്ന് പറയുന്ന കുടുംബ നിയമം പാകിസ്ഥാൻ ഭേദഗതി ചെയ്തു. അവർക്ക് ഒന്നിലധികം വിവാഹം കഴിക്കാൻ പാടില്ല, അനുവാദം കിട്ടുന്ന കോടതിയുടെ. എനിക്കാണെങ്കിൽ ഈ ഇരുന്ന ഇരിപ്പിൽ 4 ഒന്നിച്ച് കല്യാണം കഴിക്കാം. ഇന്ത്യയിൽ അത്രയും സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ത്യയാണ് മറ്റുള്ള ഈ പരിസര മുസ്ലിം രാജ്യങ്ങളെക്കാൾ ഏറ്റവും മുസ്ലിങ്ങൾക്ക് നല്ലത് എന്ന്. അത് ഇനിയും ഞാൻ ആവർത്തിച്ച് പറയും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, മുസ്ലിമായ ഓരോരുത്തരും പാകിസ്ഥാൻ സ്വർഗമാണ്, അവിടെ ആ രാജ്യത്തിൻ്റെ ഭാഗമായി കാണാൻ ഉള്ളാരെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നതെന്നാണ് എൻ്റെ വായന. ശരി, പാകിസ്ഥാൻ സിന്ദാബാദ് വിളിക്കുന്നവർ, ഇന്ത്യക്ക് മുർദാബാദ് വിളിക്കുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ അവർ കൂടി കേൾക്കണം. അവരാരെങ്കിലും ഇത് കാണാൻ വന്നിരിപ്പുണ്ടെങ്കിൽ അവർ ഇത് കേൾക്കണം.